കൈക്കൂലി കേസിന്റെ വിശദാംശങ്ങൾ ഇഡിക്ക് കൈമാറാതെ വിജിലൻസ്. എഫ്ഐആർ, അറസ്റ്റിലായവരുടെ മൊഴിപ്പകർപ്പുകൾ എന്നിവയാണ് ഇഡിയുടെ ആഭ്യന്തര അന്വേഷണ വിഭാഗമായ STFന് കൈമാറാത്തത്. കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെയുള്ള തെളിവുകളുടെ അഭാവമാണ് മൊഴികളടക്കം കൈമാറാത്തതിന് പിന്നിൽ എന്നാണ് വിലയിരുത്തൽ. നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഈ ഇഡി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വിജിലൻസ് ഇതുവരെ ഇഡിക്ക് കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ആ കാലതാമസം? രോഹിണി, FIR ഒപ്പം തന്നെ മൊഴികളുടെ പകർപ്പ് ഇവയാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് ഇഡിക്ക് വിജിലൻസ് കൈമാറാത്തത്. ഇഡി ഉദ്യോഗസ്ഥനെ പ്രതിയാക്കാൻ തക്ക തെളിവുകളില്ലായിരുന്നിട്ടും ഇഡിക്കെതിരായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇഡി ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തിട്ടുള്ളത്. കരുവന്നൂർ കള്ളപ്പണ കേസിലടക്കം CPM നേതാക്കൾ പ്രതിസ്ഥാനത്ത് ഉണ്ടായി. അതൊക്കെ തന്നെ ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയെന്നോണമാണ് ശേഖർ കുമാറിനെ പ്രതിയാക്കിക്കൊണ്ട് വിജിലൻസ് എത്രയും പെട്ടെന്ന് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഇഡി ഉദ്യോഗസ്ഥന് നൽകാനെന്ന പേരിൽ കള്ളപ്പണ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഇഡി ഉദ്യോഗസ്ഥന് നൽകാനെന്ന പേരിൽ 2 കോടി രൂപ ആവശ്യപ്പെടുകയും ഇതിൽ 2 ലക്ഷം രൂപ കൈമാറുമ്പോഴാണ് തമ്മനം സ്വദേശിയായ വിൽസൺ പിടിയിലായത്. കേസിലെ പ്രതിയായ അനീഷ് ബാബുവാണ് പരാതിക്കാരൻ. എന്തായാലും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 മാസമായിട്ടും ശേഖർ കുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വാങ്ങുന്ന പണം ഷെൽ കമ്പനികളിലടക്കം നിക്ഷേപിക്കുകയാണ് എന്നാണ് വിജിലൻസ് പറഞ്ഞിരുന്നത്. ഈ ഷെൽ കമ്പനികളിൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി മുംബൈയിലെ ബോറോ കമ്മോഡിറ്റീസിൽ അടക്കം വിജിലൻസ് പരിശോധന നടത്താൻ പോയിരുന്നു. ഈ വിജിലൻസ് പരിശോധന നടത്താനെത്തിയ സമയം ഈ ഒറ്റമുറിയുള്ള ഈ ബോറോ കമ്മോഡിറ്റീസ് എന്ന സ്ഥാപനം അവിടെ പൂട്ടിയ നിലയിലായിരുന്നു. അത്തരത്തിൽ ശേഖർ കുമാറിനെതിരെ ഉള്ള തെളിവുകൾ ശേഖരിക്കാൻ വിജിലൻസ് നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ പാളിയിരുന്നു. തുടർന്ന് ഇഡി ആവശ്യപ്പെട്ട തെളിവുകളൊന്നും തന്നെ നൽകാൻ വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകൾ സമയാസമയങ്ങളിൽ ഇഡി കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും ഇഡിക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിജിലൻസ് ശേഖർ കുമാറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിൽ ഇഡി ആവശ്യപ്പെട്ട തെളിവുകളൊന്നും തന്നെ നൽകാൻ വിജിലൻസിന് കഴിയാതെ പോയത്. രോഹിണി, അതെ, നിഷ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് തെളിവുകളുടെ അഭാവമാണ് മൊഴികളടക്കം കൈമാറാത്തതിന് പിന്നിൽ എന്നുള്ള വിലയിരുത്തൽ വരുമ്പോൾ, നേരത്തെ തന്നെ നിഷ പറഞ്ഞതുപോലെ ഈ പണത്തിന്റെ ഉറവിടം അത് എവിടെയാണ് ചിലവഴിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ വിജിലൻസിന് അതിന്റെ കൃത്യതയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ അന്വേഷണം വളരെ തിടുക്കപ്പെട്ട് ആദ്യം നടത്തുകയും പക്ഷേ തെളിവുകളൊന്നും ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? അല്ലെങ്കിൽ ഇഡിക്ക് മുൻപാകെ വിജിലൻസിനെ തെളിവുകളൊക്കെ കൈമാറുന്നതിൽ വിമുഖത എന്തിനാണ്? ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് നൽകാവുന്നതല്ലേ ഉള്ളൂ. രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇഡിക്കെതിരെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ാക്കിയിട്ടുള്ള ഇഡി ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെതിരെ തെളിവ് ശേഖരിക്കാനുള്ള വിജിലൻസിന്റെ ശ്രമങ്ങളെല്ലാം പാളി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇഡി ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ എന്ത് തെളിവാണ് ഇഡിക്കെതിരെ ഉള്ളത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ട് കോടതിയിൽ നൽകാൻ പോലും വിജിലൻസിന് കഴിയാതിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഏജന്റുമാർ ആവശ്യപ്പെടുന്ന പണം മുംബൈയിലടക്കമുള്ള ഷെൽ കമ്പനികളിലേക്ക് പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. ഈ വിവരവും കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഷെൽ കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഷെൽ കമ്പനികളിലടക്കം ഈ പണം നിക്ഷേപിച്ചതിന് എന്തിനേറെ പറയുന്നു, ഈ ഷെൽ കമ്പനികൾ പോലും കണ്ടെത്താനായി വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുംബൈയിലടക്കം ഇത്തരം ഷെൽ കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ കടലാസ് കമ്പനികളാണ് എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. കോടതി ആവശ്യപ്പെട്ട തെളിവുകൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. വിജിലൻസിനെതിരെയുള്ള കേസുമായി ഇഡി മുമ്പോട്ട് പോകുമ്പോൾ പോലും എല്ലാ രേഖകളും നൽകാനായി വിജിലൻസ് ആവശ്യപ്പെട്ട എല്ലാ തരത്തിലുള്ള രേഖകളും നൽകി അന്വേഷണത്തോട് സഹകരിക്കുകയായിരുന്നു ഇഡി ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ എന്തൊക്കെ രീതിയിലുള്ള തെളിവാണ് ഇഡി ഉദ്യോഗസ്ഥനെതിരെ കണ്ടെത്തിയത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാനായി ഇതുവരെ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. CPM നേതാക്കൾ പങ്കാളികളായ കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലടക്കം കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞിരുന്നു. ഇതിന്റെ പ്രതികാര നടപടി എന്നോണമാണ് ഇഡിക്കെതിരെയുള്ള ഈ വിജിലൻസിന്റെ ഈ കേസ്. രോഹിണി, ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.